Good afternoon, all of you. We are discussing the chapter Sun, the Ultimate Source. So, previous class we discussed about the concept of the insulation. What do you mean by insulation? Insulation എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന വികിരണം, അതിനെയാണ് നമ്മൾ ഇൻസുലേഷൻ എന്ന് പറയുന്നത്. Then what are the different process of heat transfer in the atmosphere? There are mainly 4 process of heat transfer in the atmosphere. First one, conduction. Second one, convection. Third one, advection. And last one, terrestrial radiation. Okay. Then next one, heat budget. What do you mean by budget? Commonly, what do you mean by budget? Budget which is related to the revenue and the expenditure of the government. It is the economic record of the ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെൻറ് അല്ലേ? അതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുക. അതായത് ഗവൺമെൻറ്റിൻ്റെ വരവ് ചെലവ് ഇതിനെ കാണിക്കുന്ന ഒരു രേഖയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഹീറ്റ് ബഡ്ജറ്റ് മീൻസ് ഭൂമിയിലേക്ക് വരുന്നതും ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നതുമായിട്ടുള്ള സൺലൈറ്റ്, ഭൗമവികിരണം, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണിക്കുന്ന ഒരു രേഖ, അതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡിക്കൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. So heat budget means the balance between insolation and terrestrial radiation is called heat budget. So it is the balance. Commonly budget is the balance between income and expenditure of the government. വരവും ചെലവും തമ്മിലുള്ള ഒരു ബാലൻസ്, എത്രത്തോളം വരവുണ്ട് എത്രത്തോളം ചിലവുണ്ട് ഇത് കാണിക്കുന്നത്. അതേപോലെ തന്നെ എത്രത്തോളം സൂര്യപ്രകാശം ഭൂമിയിലേക്ക് വന്നു, അത് എത്രത്തോളം തിരിച്ചു പോയി, ഇത് കാണിക്കുന്ന റെക്കോർഡിക്കൽ സ്ട്രക്ചറാണ് ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇറ്റ് ഈസ് ദ ബാലൻസ് ബിറ്റ്വീൻ ഇൻസുലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ഈസ് കാൾഡ് ഹീറ്റ് ബഡ്ജറ്റ്. ഇൻസുലേഷൻ മീൻസ് ഭൂമിയിലേക്ക് വരുന്ന സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യൻ്റെ ചൂട്, വികിരണം, സൺറൈസ്. ദെൻ ടെറസ്ട്രിയൽ റേഡിയേഷൻ മീൻസ് ഭൂമിയിൽ വന്നിട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ എത്രത്തോളം ഭൂമിയിൽ വന്നു, ഭൂമിയിൽ വന്നത് എത്രത്തോളം തിരിച്ച് സ്പേസിലേക്ക് തന്നെ പോയി എന്നുള്ള കാര്യങ്ങൾ കാണിക്കുന്ന റെക്കോർഡിക്കൽ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഹീറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. യു ക്യാൻ സീ ദാറ്റ് ഫസ്റ്റ് വൺ ഇൻസൊലേഷൻ അല്ലേ? ഫസ്റ്റ് ഭൂമിയിലേക്ക് വരുന്ന കുറച്ച് സൺറേസിനെ നമുക്കവിടെ കാണാം. ദെൻ അറ്റ്മോസ്ഫിയറിക് റിഫ്ലക്ട്സ് 35%. അപ്പോൾ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ 35% എന്ത് സംഭവിക്കുന്നു? അറ്റ്മോസ്ഫിയറിക് റിഫ്ലക്ട്സ് വരുന്ന വഴി അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അതായത് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിലും മറ്റും തട്ടിയിട്ട് 35% അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നു. ബാക്കി 65 ആണുള്ളത്. നമ്മൾ ഇൻസൊലേഷൻ 100% ആക്കി എടുക്കുക, ഇങ്ങോട്ട് വരുന്നത് 100% ആക്കി എടുക്കുക. അപ്പോൾ അതിൽ 35%, 35% അറ്റ്മോസ്ഫിയറിക് റിഫ്ലക്ഷൻ സംഭവിച്ചു പോയി. ദെൻ 14% അബ്സോർബ്ഡ് ബൈ ക്ലൗഡ്സ് ആൻഡ് ഡസ്റ്റ്. ഓക്കെ. അബ്സോർബ്ഡ് ബൈ ക്ലൗഡ്സ് ആൻഡ് ഡസ്റ്റ്. പിന്നെ കുറേ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലൗഡ്സ്, മേഘങ്ങളും മറ്റും അബ്സോർബ് ചെയ്യുന്നുണ്ട്. ദെൻ അബ്സോർബ്ഡ് ബൈ ദി എർത്ത് സർഫേസ്. എർത്തിലേക്ക്, ഭൂമിയിലേക്ക് എത്ര മാത്രമേ എത്തുന്നുള്ളൂ? ഭൂമിയിലേക്ക് എത്രമാത്രമാണ് എത്തുന്നത്? 51%. അപ്പോൾ വരുന്ന വഴി 35% റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ 14% എന്ത് ചെയ്യുന്നുണ്ട്? ക്ലൗഡ്സും ഡസ്റ്റൊക്കെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, ആഗിരണം ചെയ്തെടുക്കുന്നുണ്ട്. ദെൻ അബ്സോർബ്ഡ് ബൈ ദി എർത്ത് സർഫേസ്. ഭൂമിയിലേക്ക് എത്ര മാത്രമേ എത്തിപ്പെടുന്നുള്ളൂ? 51%. പകുതി മാത്രം, ഹാഫ് മാത്രം എത്തിച്ചേരുന്നുള്ളൂ. ഇങ്ങനെ ഭൂമിയിലേക്ക് അബ്സോർബ് ചെയ്തിട്ടുള്ള, ഭൂമിയിലേക്ക് എത്തിയിട്ടുള്ള ഈ സൺലൈറ്റ് തിരിച്ചെന്ത് ചെയ്യുന്നുണ്ട്? ടെറസ്ട്രിയൽ റേഡിയേഷൻ സംഭവിക്കുന്നുണ്ട്. എത്ര പെർസെൻറ്റേജ്? 34%.
അതായത് തിരിച്ച് ഭൂമിയിൽ നിന്ന് ഭൗമവികിരണമായിട്ട്, അതിനെയാണ് നമ്മൾ ഭൂമിയിൽ തട്ടിയിട്ട് പോകുന്ന വികിരണം, സൺലൈറ്റിനെയാണ് ഭൗമവികിരണം അഥവാ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത്. അത് 34%. ദെൻ ഗോസ് ബാക്ക് ടു ദി ഔട്ടർ സ്പേസ്. അപ്പോൾ അതും കടന്നിട്ട് ഔട്ടർ സ്പേസിലേക്ക് എത്ര ശതമാനമാണ് പോകുന്നത്? 17%. അപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്താണ്, പല തലങ്ങളിൽ തട്ടി തിരിച്ചു പോകുന്നതുമായിട്ടുള്ള ഒരു റെക്കോർഡിക്കൽ സ്ട്രക്ചറാണ് നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. ഇൻസൊലേഷൻ നമ്മൾ 100% ആക്കി എടുക്കുക. ഇങ്ങോട്ട് വരുന്നത് അതിൽ 51% മാത്രമേ ഭൂമിയിലേക്ക് എത്തുന്നുള്ളൂ. ഓക്കെ, ഓൺലി 51%. Then 14% absorbed by clouds and dust. Then 35% അറ്റ്മോസ്ഫിയറിക് റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. ഈ 51%, ഭൂമിയിലേക്ക് എത്തിയ 51%-ൽ 34% ടെറസ്ട്രിയൽ റേഡിയേഷനായിട്ട് പോകുന്നു. ബാക്കി 17% ഔട്ടർ സ്പേസിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്ന് തിരിച്ചു പോവുക. ഇതിൻ്റെ ഒരു ബാലൻസിനെയാണ് നമ്മൾ ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. സോ ഹീറ്റ് ബജറ്റ്, ഇറ്റ് ഈസ് ദ ബാലൻസ് ബിറ്റ്വീൻ ഇൻസൊലേഷൻ ആൻഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഓൾ ഓഫ് യു ക്ലിയർ? Entire energy reaching the earth surface is returned to the outer space through various means. Through this heat balancing process termed as heat budget, the surface temperature of the earth is kept balanced. So the entire energy reaching the earth surface, ഭൂമിയിലേക്ക് എത്തുന്ന ആ ഒരു 51% ഭൂമിയിലേക്ക് എത്തുന്നത് പറഞ്ഞു. ആ ഭൂമിയിലേക്ക് എത്തുന്ന മുഴുവൻ എനർജിയും എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഈസ് റിട്ടേൺഡ് ടു ദ ഔട്ടർ സ്പേസ്. ഭൂമിയിലേക്ക് എത്തുന്ന സൂര്യൻ്റെ ഓരോ കിരണവും തിരിച്ച് ഇവിടെ നിന്ന് പോകുന്നുണ്ട്, ഔട്ടർ സ്പേസിലേക്ക് പോകുന്നുണ്ട്. ഇൻ ഡിഫറെൻറ്റ് മീൻസ്, പല രൂപത്തിലാണത് പോകുന്നത്. ചിലത് ടെറസ്ട്രിയൽ എന്താ പറയുക, ഒരു വലിയ വേവ്സ് ആയിട്ടായിരിക്കാം പോവുക. പല വിധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. Though this heat balancing process termed as heat budget. സോ ഇങ്ങനെ ഹീറ്റ് ബാലൻസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നത്. സോ ദ സർഫേസ് ടെമ്പറേച്ചർ ഓഫ് ദി എർത്ത് ഈസ് കെപ്റ്റ് ബാലൻസ്ഡ്. അങ്ങനെയാണ് നമ്മൾ ഭൂമിയിലുള്ള ഈ ഒരു ടെമ്പറേച്ചർ ബാലൻസ് ചെയ്തു പോകുന്നത്. അല്ലാതെ സൂര്യനിൽ നിന്ന് വരുന്ന 51% ഭൂമിയിൽ എത്തുന്നുള്ളൂ എന്ന് പറയാം. അപ്പോൾ മുഴുവനായിട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ചൂടായിരിക്കും നമുക്ക് അനുഭവപ്പെടുക. ഓക്കെ, സോ ദ എൻറ്റയർ എനർജി റീച്ചിങ് ടു ദി എർത്ത് സർഫേസ് വിച്ച് റിഫ്ലക്റ്റ് ഓർ വിച്ച് returned in different means to the outer space. Okay, so it is balancing or the processing of the balancing is termed as the heat budget. All of you clear? Then what do you mean by temperature? എന്താണ് ചൂട് അല്ലെങ്കിൽ താപം എന്ന് പറഞ്ഞാൽ? സോ the definition of temperature, that is, it is the degree of hotness of the atmosphere. അന്തരീക്ഷം എത്രത്തോളം ചൂട് പിടിക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നമ്മൾ അറ്റ്മോസ്ഫിയർ സൺറൈസ് കാരണം എത്രത്തോളം ചൂട് പിടിക്കുന്നു എന്നുള്ളതാണ് എന്ത്? ടെമ്പറേച്ചർ. സോ ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ എത്രത്തോളം ചൂടുണ്ട്, അറ്റ്മോസ്ഫിയർ എത്രത്തോളം ചൂട് പിടിക്കുന്നു എന്നുള്ളതാണ് ഏത്? ടെമ്പറേച്ചർ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഫ്രം ദി വെദർ കണ്ടീഷൻ അറ്റ് 2 PM that the meteorologist measure the maximum temperature of a day. The minimum temperature is taken just before the sunrise. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ, ഏറ്റവും ചൂടുള്ള സമയവും ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ, നമ്മളിത് വെതർ ഫോർകാസ്റ്റിങ്ങിലൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് ടി വിയിൽ, അല്ലേ?
റേഡിയോയിലൊക്കെ ചിലപ്പോൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന ടെമ്പറേച്ചർ നമ്മൾ അളക്കുക 2 മണിക്കാണ്, ഉച്ചയ്ക്ക് 2 മണിക്കും. ഏറ്റവും മിനിമം ടെമ്പറേച്ചർ നമ്മൾ അളക്കുന്നത് ജസ്റ്റ് ബിഫോർ ദി സൺറൈസ്, സൂര്യൻ ഉദിക്കുന്നതിൻ്റെ തൊട്ട് മുൻപുമാണ് അളക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ഫ്രം ദി വെതർ കണ്ടീഷൻ അറ്റ് 2 PM ദാറ്റ് ദ മെറ്റീരിയോളജിസ്റ്റ് മെഷർ ദി മാക്സിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ. അപ്പോൾ ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചർ നമ്മൾ അളക്കുന്നത്, നമ്മൾ മെഷർ ചെയ്യുന്നത് 2 PM. ഓക്കെ, നൂൺ ആഫ്റ്റർനൂൺ 2 PM ആണ്. Then the minimum temperature which is measured just before the sunrise. Okay, so which was the instrument used to measure temperature? Thermometer. Thermometer is used to measure the temperature. അപ്പോൾ ചൂട് ടെമ്പറേച്ചർ അളക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് തെർമോമീറ്റർ. തെർമോ മീൻസ് ഹീറ്റ്, ടെമ്പറേച്ചർ, തെർമോ. സോ തെർമോമീറ്റർ. Okay, so temperature means what is the definition of temperature? Temperature is the degree of hotness of the atmosphere. അന്തരീക്ഷം എത്രത്തോളം ചൂട് പിടിക്കുന്നു എന്നുള്ളതാണ് ടെമ്പറേച്ചർ. മാക്സിമം ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുക 2 PM-നും ഒരു ദിവസത്തെ മിനിമം ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുക just before the sunrise. And the instrument used to measure the temperature, that is thermometer. Okay, all of you clear? This is the picture of thermometer. Okay. Then next one, diurnal range of temperature. Diurnal range of temperature. ദൈനംദിന താപനില. ദൈനംദിനം മീൻസ് എന്താണ്? ഓരോ ദിവസത്തെയും എന്നുള്ള അർത്ഥമാണ് ദിനം. ഓക്കെ, ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. The difference between the maximum and the minimum temperature of a day is called diurnal range of temperature. Okay, so it is the difference between the maximum temperature and the minimum temperature of a day. Okay, ഒരു ദിവസത്തെ കൂടിയ താപനിലയും ഒരു ദിവസത്തെ കുറഞ്ഞ താപനിലയും തമ്മിലുള്ള ഡിഫറൻസ്, ഇതിനെയാണ് നമ്മൾ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. That means ദൈനംദിന താപനില. Okay, so diurnal range of temperature means it is the difference between the maximum temperature and the minimum temperature of a day. ഒരു ദിവസത്തെ ദൈനംദിനം, അല്ലേ? ദൈനംദിന കൃത്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ദിവസവും ചെയ്യുന്ന, അപ്പോൾ ദിവസവും ഓരോ ദിവസത്തെയുമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ദി maximum temperature of a day മൈനസ് മിനിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ. റൈറ്റ്, നമ്മൾ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? മൈനസ് ചെയ്യുകയാണ് ചെയ്യുക, അല്ലേ? ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, മൈനസ് ചെയ്യുകയാണ്. സോ ദി ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈക്വൽ ടു ദി മാക്സിമം റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ മൈനസ് ദി മിനിമം റേഞ്ച് ഓഫ് ദി ടെമ്പറേച്ചർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. Next concept, these are the two concepts related to temperature. First one, diurnal range of temperature, ദൈനംദിന താപനില. Then second concept, that is daily mean temperature. What do you mean by daily mean temperature? It is the average temperature of a day. It is termed as the daily mean temperature. ഒരു ദിവസത്തെ ഒരു ഏകദേശം ആവറേജ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. മീൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ മീനിങ് ആവറേജ് എന്നാണ്. ഡെയിലി ആവറേജ് ടെമ്പറേച്ചർ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു ദിവസത്തെ ശരാശരി താപനില, അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഡെയിലി മീൻ ടെമ്പറേച്ചർ മീൻസ് ഇറ്റ് ഈസ് ദ ആവറേജ് ടെമ്പറേച്ചർ പെർ ഡേ. ഒരു ദിവസത്തെ ആവറേജ് ടെമ്പറേച്ചർ എത്രയാണോ അതിനെയാണ് നമ്മൾ ഡെയിലി മീൻ ടെമ്പറേച്ചർ. സോ ഡയണൽ ടെമ്പറേച്ചർ ആൻഡ് ഡെയിലി മീൻ ടെമ്പറേച്ചർ ആർ ദി ടു കൺസെപ്റ്റ് റിലേറ്റഡ് ടു ടെമ്പറേച്ചർ. Diurnal temperature means it is the difference between maximum temperature and minimum temperature. Then daily mean temperature means it is the average temperature per day.
Okay, so it can be calculated by maximum temperature of a day plus add ചെയ്യാണ് മിനിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ ബൈ 2. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഡെയിലി മീൻ ടെമ്പറേച്ചർ കിട്ടും. ഓക്കെ, അപ്പോൾ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഡെയിലി മീൻ ടെമ്പറേച്ചറും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ. സോ ഡയഗണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഡെയിലി മീൻ ടെമ്പറേച്ചർ മീൻസ് ആവറേജ് ടെമ്പറേച്ചർ. ഓക്കെ, സോ ഇതിൻ്റെ ഇക്വേഷൻ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. എന്താണ് എന്നുള്ള ഡെഫിനിഷനും ഇതിൻ്റെ ഇക്വേഷനും കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. സിമ്പിളാണ്. ഓക്കെ, ലിസൺ. ഇവിടെ നമുക്കൊരു വർക്ക് തന്നിട്ടുണ്ട്. നോക്കിയേ, കൊച്ചിയിലെ മാക്സിമം ടെമ്പറേച്ചറും അതേപോലെ തന്നെ മിനിമം ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ ട്രിവാൻഡ്രത്തെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഡയഗണൽ റേഞ്ചും പിന്നെ ഡെയിലി മീൻ റേഞ്ചും നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ദെൻ the next concept, that is isotherms. Isotherms are the imaginary lines. Okay, isotherms are the imaginary line which connected the places having same temperature. So isotherms means സമതാപരേഖകൾ. സമതാപരേഖ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമതാപം, ഒരേ താപമുള്ള പ്രദേശത്തു കൂടി നമ്മൾ വരയ്ക്കുന്ന രേഖകൾ, ഇമാജിനറി ലൈൻസിനെയാണ് നമ്മൾ ഐസോതേംസ് എന്ന് പറയുക. സോ ഐസോതേംസ് മീൻസ് സമതാപരേഖ. മലയാളം മീനിങ് സമതാപരേഖ. വാട്ട് ഈസ് ഐസോതേംസ്? It is the imaginary lines which connecting the places having same atmospheric temperature. അതായത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഒരുപോലെ, ഏകദേശം ഒരുപോലെയുള്ള പ്രദേശങ്ങളെ തമ്മിൽ കണക്റ്റ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ ഐസോതേംസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇന്ത്യയുടെ മാപ്പിൽ ഒരു 2-3 ഐസോതേംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈൻസ് ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ, റൈറ്റ്? അപ്പോൾ എന്താണ്, എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കില്ലല്ലോ ടെമ്പറേച്ചർ, പല സ്ഥലത്തും പല പോലെ ആയിരിക്കും. അപ്പോൾ ഏകദേശം ഒരേ ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളെ കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ അല്ല കിട്ടുക. ഓക്കെ, സോ 36 ഡിഗ്രി സെൽഷ്യസ്, 34 ഡിഗ്രി. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ രാജസ്ഥാൻ ആ ഭാഗങ്ങളിലൂടെ, പഞ്ചാബിൻ്റെ ആ ഭാഗങ്ങളിലൂടെയൊക്കെ വരുമ്പോൾ രാജസ്ഥാനിൽ തന്നെ എല്ലായിടത്തും ഒരേപോലെയല്ല അല്ലേ? പക്ഷേ അവിടെ ഏകദേശം 36 ഡിഗ്രി സെൽഷ്യസ് കാണിച്ചിട്ടുണ്ട്. ദെൻ നമ്മളുടെ കേരളത്തിലൂടെ നോക്കിയേ 28 ഡിഗ്രി സെൽഷ്യസ്, അത് തമിഴ്നാടിലൂടെയും പാസ് ചെയ്യുന്നുണ്ട് അല്ലേ, 28 ഡിഗ്രി സെൽഷ്യസ്. അപ്പം കേരളത്തിലും എല്ലാ സ്ഥലത്തും ഒരുപോലെയാണോ ടെമ്പറേച്ചർ? നോ, ഇറ്റ് ഈസ് നോട്ട് സെയിം. So isotherms means it is the imaginary lines which connecting the places having same atmospheric temperature. ഒരേ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറുകളുള്ള പ്രദേശത്തു കൂടെ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസിനെ ഐസോതേംസ് എന്ന് പറയും. സമതാപ രേഖകൾ. ഐസോതേംസ് മീൻസ് സമതാപ രേഖകൾ. സോ വി നോ ദാറ്റ് ടെമ്പറേച്ചർ വാരീസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഓൺ എർത്ത് സർഫേസ്, റൈറ്റ്? കേരളത്തിൽ തന്നെ മലപ്പുറം ജില്ലയിൽ തന്നെ എന്തായിരിക്കണം എന്നില്ല, ഒരേ സ്ഥലത്തായിരിക്കില്ല, ഒരേ ടെമ്പറേച്ചർ ആയിരിക്കില്ല എല്ലാ സ്ഥലത്തും, ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഒരേ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളിലൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസിനെ നമ്മൾ ഐസോതേംസ് എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ? So today we discussing about what do you mean by heat budget, then the concept of temperature. Okay, concept of temperature, maximum temperature and minimum temperature, then diurnal range of temperature and daily mean temperature, then isotherms. Okay, so read your textbook clearly, and then if you have any doubts please contact me. Okay, all of you, thank you.